നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അക്ഷയ തൃതീയയാണ്. ഇന്നലെ തുടങ്ങി ഇന്ന് വരെ തിഥിയുണ്ട്. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല്, ഞാൻ ഈ പറയുന്ന 3 പൊരുൾകള് ഒന്നായിട്ട് ചേർത്ത് വീടിന്റെ ഈ ഇടത്തിൽ വെച്ചാല് കാന്തം പോലെ പണം വശീകരിക്കാൻ പറ്റും. കുബേരയോഗം തേടി വരും. അത് എന്തെല്ലാം പൊരുൾകൾ, എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അതിനു മുന്നേ ഇത് വന്നിട്ട് പഞ്ചമതിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. നാളെ, അതായത് 21-ാം തീയതി ഏപ്രിൽ മാസം ചൊവ്വാഴ്ചയാണ് പഞ്ചമിതിഥി. ഇന്ന് ഏപ്രിൽ 20-ാം തീയതി തിങ്കളാഴ്ച രാത്രി 9 മണി വരെ പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. 2 വർഷമായി തുടർന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിലെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ്. നിങ്ങൾക്കും ഇതിനെ പറ്റി അറിയണമെന്ന് വെച്ചാൽ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം നിങ്ങൾ അറിഞ്ഞോളുക. എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കണം വെച്ചാല് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ടൈപ്പ് ചെയ്തിട്ടോളുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചോളുക. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഓരോരോ വർഷവും ചിത്തിര മാസത്തില് വരക്കൂടിയ വളർപ്പിറ തൃതീയ തിഥി ഇരിക്കുമില്ലേ, അതാണ് നമ്മൾ അക്ഷയ തൃതീയയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അമാവാസ്യ കഴിഞ്ഞിട്ട് 3ാമതായി വരുന്ന തൃതീയ തിഥിയാണ് വളർപ്പിറ തൃതീയ തിഥിയായിട്ട് എടുക്കേണ്ടത്. ഈ വളർപ്പിറ തൃതീയ തിഥി ചിത്തിര മാസത്തിൽ വരുന്നതാണ് ഓരോരോ വർഷവും വരുന്ന അക്ഷയ തൃതീയ. അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയാവല്ലോ. അക്ഷയ എന്ന് വെച്ചാല് അള്ള കുറയാതെ ഇരിക്കുക. അക്ഷയപാത്രം എന്ന് വെച്ചാല് അത് നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് എപ്പോഴും കുറയാതെ ഇരിക്കുന്നത്. മഹാഭാരതത്തില് പാണ്ഡവർക്ക് സൂര്യഭഗവാൻ വന്നിട്ട് ഈ അക്ഷയപാത്രത്തെ ഇങ്ങനെ ഒരു അക്ഷയ തൃതീയ നാളിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചിത്തിര മാസത്തിൽ വരുന്ന വളർപ്പിറ തൃതീയ തിഥിയില്. ശരിയാ. പാണ്ഡവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ അക്ഷയപാത്രം അവർക്ക് കൊടുത്തത്. അതായത് എടുത്തു കഴിക്കുമ്പോൾ അത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എടുക്കും തോറും വന്നുകൊണ്ടേയിരിക്കും. കൂടി 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 വന്നുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ എടുക്കും തോറും അതില് ഫില്ലായിട്ടേ ഇരിക്കും. ഒരിക്കലും എം ടി ആവില്ല. വറ്റാത്ത ജലാശയം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ. അതാണ് അക്ഷയപാത്രം. അതിനാലെയാണ് അന്നത്തെ ദിവസം എന്ത് നമ്മൾ സംസാരിക്കുന്നുവോ, എന്ത് നമ്മൾ വാങ്ങുന്നുവോ, എന്തിന് നമ്മൾ ഉയർച്ച ചെയ്യുന്നുവോ അത് നമുക്ക് കുറവില്ലാതെ നമ്മുടെ ജീവിതത്തിലും കൂടെ ചേരും. അതായത് 10 മടങ്ങ് നമുക്ക് വന്നിട്ടേ ഇരിക്കുമെന്ന്. ഇപ്പോ സ്വർണ്ണം എല്ലാം വാങ്ങുമില്ലേ, അത് ഒരു ചില പേർക്ക് അച്ചട്ടായിട്ട് നെക്സ്റ്റ് ഇയർ വരുന്നതിന് മുന്നേ തന്നെ അവർ വീണ്ടും വീണ്ടും വാങ്ങിച്ചിട്ടേ ഇരിക്കും. അത് ഓരോരുത്തരുടെ രാശി വെച്ച്. ഒരു ചില പേർക്ക് ഇതൊന്നും അവർ വിശ്വസിക്കുന്നില്ല, അവരതുകൊണ്ട് അതൊന്നും ചെയ്യുന്നുമില്ല. ഇതെല്ലാം ഒരു വിശ്വാസമാണ്. വിശ്വാസത്തിന്മേലെ നമ്മൾ എന്ത് ചെയ്താലും അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഇപ്പോ നമ്മള് ഈ അക്ഷയ തൃതീയ ദിവസത്തില് ഇപ്പോ സ്വർണമോ വെള്ളിയോ എന്തെങ്കിലും വാങ്ങിയാല് ഇതുവരെ നമ്മുടെ വീട്ടിൽ അത് വാങ്ങാനുള്ള യോഗം ഇല്ലെങ്കിൽ കൂടെയും അക്ഷയ തൃതീയ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ആ യോഗം നമ്മളെ തേടിയെത്തും. ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, അതായത് സ്വർണത്തിന്റെ വില അറിയാമല്ലോ. എല്ലാവരെ കൊണ്ട് സ്വർണം വാങ്ങാൻ ഒക്കത്തില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അളവിന് ഒരു പൊടിയാണെങ്കിലും, ഒരു 1/2 ഗ്രാം ആണെങ്കിലും വാങ്ങാൻ പറ്റുന്നവര് വാങ്ങിക്കൊള്ളുക. അത്രയ്ക്കും ഭയങ്കര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇപ്പോ അക്ഷയ തൃതീയ എടുത്താല് നോക്കൂ, നമ്മളിപ്പോ ഏത് സ്വർണ്ണക്കടയിൽ പോയാലും ശരി, ഏത് കോവിലിൽ പോയാലും ശരി, ഫസ്റ്റില് മഹാലക്ഷ്മി അമ്മയ്ക്കാണ് ആദ്യത്തെ ഇടം കൊടുക്കുന്നത്. അമ്മയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ അമ്മയെ മനസ്സാലെ സങ്കല്പിച്ച് ഒരു ഇടിഞ്ഞില് വിളക്ക് ദീപം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. അതിലൂടെ അടുത്ത അക്ഷയ തൃതീയക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതം തന്നെ തലകീഴായി മാറി നിങ്ങൾക്ക് ഭാഗ്യം വരുന്ന രീതിക്ക് അമ്മ നിങ്ങൾക്ക് അനുഗ്രഹവും തരും. ഇന്നത്തെ ദിവസം എപ്പോഴായാലും നിങ്ങൾ മഹാലക്ഷ്മി അമ്മയെ പൂജ ചെയ്തോളുക. ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ പൂജ ചെയ്യാൻ പറ്റില്ല വെച്ചാല് നിങ്ങൾ രാത്രി ഒരു 6 മണിക്ക് മേലെ ചെയ്തോളുക. രാവിലെ 11:15 കൂടി തൃതീയ തിഥി തീരും. പിന്നെ അടുത്ത് ചതുർത്ഥി ആരംഭിക്കുകയാണ്. മഹാലക്ഷ്മി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാവുന്നതാണ്.
വീട് ഫുള്ളായിട്ട് വാസനാദ്രവ്യങ്ങൾ നിങ്ങൾക്ക് തളിച്ചു വിടാവുന്നതാണ്. ജവ്വാത് കലക്കി ഒഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അക്ഷയ തൃതീയയിൽ എന്ത് വഴിപാട് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തോളുക. അതല്ലാതെ ഇപ്പോൾ ഞാനീ നിങ്ങൾക്ക് പറയുന്ന ഈ 3 പൊരുൾകൾ വച്ച്, ദാറ്റ് മീൻസ് ആ പൊരുൾകൾ നിങ്ങളുടെ കയ്യിൽ ഇന്ന് ഉണ്ടാവണം. ഈ പൊരുൾകൾ വന്നിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അങ്ങാടി പച്ചമരുന്ന് കടകളിലും സുലഭമായി കിട്ടുന്നത്. അതിനാൽ നിങ്ങൾ ഇന്ന് തന്നെ വാങ്ങിച്ചോളുക. 11:15 തൃതീയ തിഥി കഴിഞ്ഞാലും നിങ്ങൾക്ക് വൈകുന്നേരം മഹാലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. ഒന്നും പ്രശ്നമില്ല. രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ ചെയ്ത് തീർത്താൽ മതി. ഞാൻ പറയാൻ പറ്റുന്ന ഈ പൊരുൾകൾ വന്നിട്ട് ഒരു ചില വീടുകളിൽ ഇരിക്കും, എന്നാൽ ഇല്ലാത്തവര് കടയിൽ നിന്ന് വാങ്ങിച്ചോളുക. ഇതില് ഫസ്റ്റ് വൺ എന്താച്ചാല്, കൺദൃഷ്ടിയെ വേരോടെ പറിച്ചു മാറ്റാൻ ശക്തിയുള്ള, എതിർമറ ശക്തികളെ നമ്മളിൽ നിന്നും വിരട്ടി ഓടിക്കുന്ന, കെട്ട ശക്തികളെ, അതായത് ചീത്തയായ ശക്തികളെ വീടിനുള്ളിലേക്ക് വരാൻ അനുവദിക്കാതെ തടസ്സമായി നിൽക്കുന്ന, തടുത്തു നിർത്തുന്ന അത്ഭുതമായിട്ടുള്ള ഒരു പൊരുൾ. അത് വെൺകടുക്. ഒരു ക്രീം കളറിലാണ് ഇത് ഇരിക്കുന്നത്. അറിയാം, കാരണം മുന്നേ നമ്മൾ പതിവ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. വരാഹിയമ്മൻ വഴിപാടിനും ഭൈരവർ വഴിപാടിനും വെൺകടുകിനുള്ള സ്ഥാനം എന്നത് ഭയങ്കര മുഖ്യമായതാണ്. പൂജയിലും മറ്റുമെല്ലാം വെൺകടുക് ഇല്ലാതെ ഒന്നും ഇല്ല എന്നതാണ്. ദൃഷ്ടി മാറ്റാനായിട്ട് ഒരു അർബുദமான പൊരുള് വന്നിട്ട് അത് വെൺകടുകാണ്. സെക്കൻഡ് വൺ, അടുത്ത പൊരുൾ എന്താച്ചാല്, മഹാലക്ഷ്മി അമ്മ കൂടിയിരിക്കുന്ന അർബുദமான ആ പച്ചകർപ്പൂരം. മഹാവിഷ്ണു ഭഗവാൻ കൂടെ താനേ വരുമെന്നാണ്. ഇതിന്റെ പവർ അത്രയ്ക്കും ഉണ്ടെന്നാണ്. മഹാവിഷ്ണു ഭഗവാന് ഇഷ്ടപ്പെട്ട വാസം ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചകർപ്പൂരത്തിന്റെ. പച്ചക്കർപ്പൂരം എന്ന് പറയുമ്പോൾ നിറയൊന്നും വേണ്ട, ഒരേ ഒരു തുണ്ട് മതി. തേർഡ് വൺ, അടുത്ത പൊരുൾ എന്താച്ചാല് അത് ഏലക്കായാണ്. പണവശ്യത്തിനും ജനവശ്യത്തിനും ഏലക്കായി ഉപയോഗിക്കുന്നുണ്ട്. അതിവിടെ മുഖ്യമായത് എന്നത് സ്വർണദോഷത്തെ നീക്കിക്കിട്ടാൻ, അതായത് സ്വർണത്തിന്റെ എന്തെങ്കിലും ദോഷം നമുക്കുണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടാനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു താന്ത്രിക പൊരുളാണ് ഈ ഏലക്കായ. നിറയെ പേരെ എടുത്ത് നോക്കിയാൽ അവരുടെ കയ്യിൽ കെട്ടുകെട്ടായിട്ട് പണം വച്ചിരിക്കും. കയ്യിൽ നിറയെ കാശും സംഭവങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ വീട്ടില് സ്വർണമേ ഇല്ല. കാരണം എന്താച്ചാല് അവർക്ക് സ്വർണദോഷം ഇരിക്കും. അങ്ങനെ സ്വർണദോഷം ഇരിക്കുന്നവരും ഈ പരിഹാരത്തെ ധാരാളമായി ചെയ്യാവുന്നതാണ്. അപ്പോ ഞാൻ ഇതിന് എന്തൊക്കെ ശക്തി ഇരിക്കുന്നു ഈ 3 പൊരുളിനൊന്ന് പറഞ്ഞു തന്നു, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ മെത്തേഡ് എങ്ങനെയാ ചെയ്യേണ്ട വെച്ചാല്, ആദ്യം നിങ്ങൾ ഒരു ഗ്ലാസ് ബൗള് അല്ലെങ്കിൽ ഒരു കണ്ണാടി പ്ലേറ്റ്, ഇങ്ങനെ പ്ലേറ്റ് ആയിട്ടിരിക്കുന്നത് എടുത്തോളുക. അതില് വെൺകടുക് പൊട്ടിച്ചിടുക. അതായത് നല്ല പരത്തി അത് നിറയുന്ന രീതിക്ക്. ഇപ്പോ ബൗളാണെങ്കിൽ ചിമ്പ ഇടുക, കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇടുക, മുഴുവനും അങ്ങ് ഇട്ടോളുക. അതിന്റെ മിഡിലായിട്ട് നടുക്കായിട്ട് ഒരേ ഒരു പച്ചക്കർപ്പൂരം വെച്ചോളുക. എന്നിട്ട് അതിന്റെ ചുറ്റിലുമായിട്ട് ഏലക്ക പറക്കി വെച്ചോളുക. ഓഡ് നമ്പേഴ്സിൽ മാത്രമേ ഏലക്ക വെക്കാൻ പാടുള്ളൂ. 3, 5, 7, 9 അങ്ങനെ. ഇത് വയ്ക്കുന്നതിലൂടെ ഇതൊരു താന്ത്രിക വഴിപാടായിട്ട് മാറും. ഒരു വശീകരണ ചക്രം അവിടെ ഫോം ചെയ്യും. ഇതിന്റെ റീസൺ എന്താച്ചാല്, ആ വെൺകടുക് വന്നിട്ട് നമ്മുടെ എതിരികളെല്ലാം നീക്കി വിടുന്നത്. ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും അസൂയയോ കുശുമ്പോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഉടച്ചെറിഞ്ഞു തരും. കൺദൃഷ്ടി വന്നിട്ട് വേരോടെ പിഴുതെറിയും. നടുവിലിരിക്കുന്ന പച്ചക്കർപ്പൂരം മഹാലക്ഷ്മി അമ്മ വാസം ചെയ്യുന്നത്. അതിനെ ചുറ്റിയിരിക്കുന്ന ഏലക്കായ വന്നിട്ട് പണവശ്യത്തെയും ജനവശ്യത്തെയും സ്വർണദോഷത്തെയും മാറ്റാൻ കൂടിയ ശക്തിയുള്ളത്. ഇത് നിങ്ങളുടെ വീട്ടിലെ പൂജയറയിൽ വെച്ചോളുക. ഇപ്പോ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്തിനെ ചെയ്യാൻ പാടുള്ളൂ. പീരീഡ്സ് ടൈമിലോ അല്ല പുലവാലയമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് ഇത് ചെയ്യാൻ പാടില്ല. കാരണം അത്രയ്ക്കും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പൊരുൾകളാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പീരീഡ്സ് ആകുമ്പോഴൊന്നും ഇതിലൊന്നും തൊടാൻ പാടില്ല. ഇതെല്ലാം വെച്ച് പൂജയറയിൽ വെച്ചിട്ട് നിങ്ങൾ മഹാലക്ഷ്മി അമ്മനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. അതും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് നന്നായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് അമ്മയോട് നല്ലതിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചോളുക. ഈ ഒരു അക്ഷയ തൃതീയയ്ക്ക് ഞാൻ ഇത് ചെയ്യുന്നു, എൻ്റെ ജീവിതം നന്നായിരിക്കണം. അടുത്ത അക്ഷയ തൃതീയ വരുമ്പോഴേക്കും എൻ്റെ ജീവിതം ഇതിനും 10 മടങ്ങ് നന്നാവണം
എൻ്റെ വീട്ടിൽ സ്വർണം വെള്ളി ഇവ ചേരുകയോ ഇല്ലയോ, എനിക്ക് കഷ്ടമില്ലാതെ എനിക്ക് മനസമാധാനത്തോടു കൂടി ഒരു ജീവിതം ഉണ്ടാവണം, കടം വരാതെ എനിക്ക് ജീവിക്കാൻ പറ്റണം, വീട്ടില് ധനധാന്യ സമ്പത്ത്, സമാധാനം, സന്തോഷം, പണവരവ് എന്നിവയ്ക്കായിട്ട് നിങ്ങൾ മനസ്സാലെ അമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. ഇത് വന്നിട്ട് ഒരു അരമണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ വരെയെങ്കിലും പൂജാറയിൽ തന്നെ വെച്ചോളുക. നിങ്ങൾ കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചോളുക. ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ വിളക്ക് ദീപമെല്ലാം അണഞ്ഞതിന് ശേഷം ഇത് എടുത്തിട്ട് എന്ത് ചെയ്യണം വെച്ചാല്, നിങ്ങൾ വീട്ടിൽ എവിടെയായാലും ഭദ്രമായിട്ട് വെച്ചോളുക. അത് അലമാരയിലായാലും ശരി, പൂജാറയിൽ തന്നെ വെച്ചിരിക്കുന്നുവെങ്കിൽ ശരി, ഒരു സൈഡിലായിട്ട് മാറ്റി നീക്കി വെച്ചോളുക. ഒരു തുണി വെച്ച് അത് മൂടികെട്ടി വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾ വന്നിട്ട് ഇതിന് വിളക്ക് കത്തിച്ച ശേഷം നിങ്ങൾ തിരികൊളുത്തി ദീപധൂപം കാണിക്കാവുന്നതാണ്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് വേറൊരിടത്ത് വെക്കാൻ പറ്റും. ഇപ്പോ നിങ്ങൾ അൽമാരിയിലോ അല്ല പൂജറയിലോ വയ്ക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വീട്ടിന്റെ കന്നിമൂലയിൽ വെച്ചോളുക. ഇതിനെ കുബേരമൂലയെന്നും പറയും. അതല്ല വീട്ടിന്റെ ഹാളിൽ ഷോക്കേസിൽ വെക്കണമെങ്കിലും നിങ്ങൾ വെച്ചോളുക. ധാരാളമായിട്ട് വെക്കൂ, യാതൊരു പ്രശ്നവും ഇല്ല. ഓർക്കുക, വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ദീപം കത്തിച്ചതിന് ശേഷം നിങ്ങൾ ദീപധൂപം അതിൽ കാണിച്ചോളുക. കുറഞ്ഞതൊരു 3.5 മാസം അങ്ങനെ വെച്ചേക്കുക. അല്ല അധികപക്ഷമാണെങ്കിൽ ഒരു 6 മാസത്തേക്ക് വെച്ചേക്കുക. ഓർത്തോളുക ടൈം. നിങ്ങൾ അത് കൈവച്ചിട്ട് അതിനെ പൊതി തുറന്നു നോക്കുകയോ, തുണി വെച്ച് കെട്ടാൻ പറഞ്ഞല്ലോ, അതൊന്നും തുറന്നു നോക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ വെച്ചിരിക്കുന്ന യാതൊരു പൊരുളും അങ്ങനെ പെട്ടെന്ന് കെട്ടുപോകുന്ന ഒന്നല്ല. ഇത് പച്ചക്കർപ്പൂരം ചിലപ്പോൾ കാറ്റിൽ അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം എടുത്ത് കാൽപ്പെടാത്ത ഇടത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കളഞ്ഞതിന് ശേഷം വീണ്ടും മറുപടിയും നിങ്ങൾ ഇത് ചെയ്തു വെക്കുക. അത് വളർപ്പുറ നാളെ ചെയ്യാൻ പാടുള്ളൂ. അമാവാസ്യ കഴിഞ്ഞു വരുന്ന വളർപ്പുറ നാളിൽ ചെയ്തോളുക. അതും അഷ്ടമി നാളിലോ നവമി നാളിലോ ചെയ്യരുത്. പഞ്ചമിക്കോ നിങ്ങൾക്ക് പറ്റുന്ന വേറൊരു ദിവസമോ ചെയ്യുക. അന്ന് നിങ്ങൾ വീണ്ടും ഇത് എഗെയിൻ ഒന്നുകൂടെ ചെയ്തിട്ട് ഇത്രയും ദിവസം എവിടെയാണോ അത് വെച്ചിരുന്നത് ആ ഡേയ്സ് കണക്കാക്കിയിട്ട് അതിന്റെ ബാക്കി ദിവസം കൂടെ വെച്ചോളുക. അത് നിങ്ങൾ വന്നിട്ട് ഈ അക്ഷയ തൃതീയ, ഇന്നിപ്പോ നിങ്ങൾക്ക് അക്ഷയ തൃതീയ തിഥി ഇരിപ്പുണ്ട്, അപ്പോ ചെയ്യുകയോ ഇല്ല രാത്രി 12 മണിക്ക് മുന്നേ നിങ്ങൾ ചെയ്ത് വെച്ചാലും മതി. ഓക്കെ. അക്ഷയ തൃതീയ അന്നേക്ക് എന്ത് ചെയ്താലും അത് 10 മടങ്ങ് പെരുകും എന്നത് ഐതിഹ്യം. ഈ പൊരുൾ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതിലൂടെ നമ്മുടെ വീടിന് ഭയങ്കരമായിട്ട് ഐശ്വര്യം വരും. നടക്കില്ല എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ കൂടെ നടന്നിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരും. നിങ്ങൾക്ക് ജോലി കയറ്റം, എന്താ നിങ്ങൾ ഇപ്പൊ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളാണുണ്ടെങ്കിൽ അവര് അതിശയകരമായി അവരുടെ ബുദ്ധി അങ്ങ് കൂടിയത് മാതിരി അവര് പഠിച്ചു തുടങ്ങും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. നിങ്ങൾ മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത, നിങ്ങൾ മനസ്സിൽ പോലും തോന്നാത്ത രീതിക്ക് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവും. നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെക്കാളും അതിനും 10 മടങ്ങ് വലുതായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.